ചോദ്യം: 2025 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കെല്ലാമാണ്? ഉത്തരം: ജോയൽ മോർക്കൽ, ഫിലിപ്പ് ആഗിയോൺ, പീറ്റർ ഹൗയിറ്റ്. ചോദ്യം: പൂർണ്ണ പ്രവർത്തനക്ഷമമായ ഇന്ത്യയിലെ ആദ്യ റിംഗ് മെട്രോ ഏത്? ഉത്തരം: ഡൽഹി. ചോദ്യം: സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലീ രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം: അമൃതം ആരോഗ്യം. ചോദ്യം: ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം: മഹാരാജ കേരളവർമ്മ. ചോദ്യം: ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാര്? ഉത്തരം: നരേന്ദ്രമോദി. ചോദ്യം: ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം: കിഷോർ മക്വാന. ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ ആര്? ഉത്തരം: പാർവതി ബറുവ. ചോദ്യം: 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ മന്ത്രിയാര്? ഉത്തരം: കെ രാധാകൃഷ്ണൻ. ചോദ്യം: ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമേത്? ഉത്തരം: ടൈറ്റൻ. ചോദ്യം: ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ഉണ്ടാകുന്നതിന് കാരണമായ മൂലകമേത്? ഉത്തരം: ആഴ്സനിക്. ചോദ്യം: വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന ലോഹമേത്? ഉത്തരം: ടൈറ്റാനിയം. ചോദ്യം: മികച്ച വിദേശ ചലച്ചിത്രത്തിനുള്ള ഓസ്കർ പുരസ്കാരത്തിനായി ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള ചിത്രമേത്? ഉത്തരം: ഗുരു. ജി അരവിന്ദനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? നമുക്കിവിടെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1, 2, 3 ശരി. ഒന്നാമത്തെ, റബ്ബർ ബോർഡിൽ ജീവനക്കാരനായിരുന്നു. രണ്ടാമത്തെ, ചെറിയ മനുഷ്യരും വലിയ ലോകവും, ഇത് അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ പരമ്പരയാണ്. മൂന്നാമത്തെ, അദ്ദേഹം സംവിധാനം നിർവഹിച്ച ആദ്യ സിനിമ ഉത്തരായണം. CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൽ ഉൾപ്പെടാത്തതേത്? നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ശരിയായ ഉത്തരം നാലാമത്തെ, ഉത്തരായണം. കഥകളിയിലെ വിവിധ താടിവേഷങ്ങളും ഉദാഹരണങ്ങളും താഴെ ചേർക്കുന്നു. ശരിയായവ ഏത്? ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. 3 ശരിയാണ്. വെള്ളത്താടി ഹനുമാനും, ചുവന്ന താടി ബാലി, കറുത്ത താടി പ്രാധാന്യം കുറഞ്ഞ പ്രതിനായകന്മാർ. ചോദ്യം: കേരള സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ആദ്യ കവിഭവനമേത്? ഉത്തരം: തോന്നയ്ക്കൽ ആശാൻ സ്മാരകം.